ഇപ്പോൾ സാമ്പത്തിക മാനേജ്മെന്റ്, ആ വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാമ്പത്തിക മാനേജ്മെന്റിൽ അടപടലം പാളിയിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാർ. കഴിഞ്ഞ സർക്കാരിന് സാമ്പത്തിക മാനേജ്മെന്റിൽ പാളിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കണക്കുപിള്ള അഥവാ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് CAG? നമ്മൾ ജനങ്ങൾ നികുതിയെ നൽകുന്ന പണം കേരള സർക്കാർ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്ന് പരിശോധിക്കുന്ന സ്വതന്ത്ര സംവിധാനമാണിത്. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് കൃത്യമായാണോ പണം ഉപയോഗിച്ചത്, എവിടെയെങ്കിലും അനാവശ്യ ചിലവുകളോ അഴിമതികളോ നടന്നിട്ടുണ്ടോ എന്ന് CAG പരിശോധിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് CAG യെ നിയമിക്കുന്നത്. എല്ലാ വർഷവും CAG റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. മാത്രമല്ല, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 151(2) പ്രകാരം സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന CAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ നിർബന്ധമായും ഗവർണർക്ക് സമർപ്പിക്കുകയും ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വെക്കുകയും വേണം. ഇനി 2026 CAG റിപ്പോർട്ടിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനം എടുക്കുന്ന കടത്തിന്റെ ഭൂരിഭാഗവും ദൈനംദിന ചിലവുകൾക്കാണ് പോകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്ത 3.2 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ 86% തുകയും പഴയ കടം വീട്ടാനും പലിശ നൽകാനുമാണ് ഉപയോഗിച്ചത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വഴി നടത്തിയ ഓഫ് ബീറ്റ് കടമെടുപ്പുകൾ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. ഇത് ഏകദേശം 39,230 കോടി രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ റവന്യൂ കമ്മി കുറച്ച് കാണിക്കാനായി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി വക മാറ്റി. സംസ്ഥാനത്തിന് പിരിഞ്ഞു കിട്ടാനുള്ള നികുതി കുടിശ്ശിക 41,188 കോടി രൂപയായി ഉയർന്നു. ഇതിൽ വലിയൊരു പങ്ക് GST കുടിശ്ശികയാണ്. ഈ കുടിശ്ശികകളിൽ ഏകദേശം 12,000 കോടി രൂപയോളം കഴിഞ്ഞ 5 വർഷമായിട്ടും സർക്കാരിന് പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ GDP ഏകദേശം 10% വളർച്ച കാണിച്ചിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ റവന്യൂ വരവിൽ വെറും 0.3% മാത്രം നേരിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളിൽ വലിയ കുറവുണ്ടായി, ഏകദേശം 42%. വരവ് കുറഞ്ഞെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവുകൾ 8.9% വർദ്ധിക്കുകയാണ് ചെയ്തത്. സർക്കാരിന്റെ വരുമാനത്തിന്റെ ഏകദേശം 80%-ഓളം തുക ശമ്പളം, പെൻഷൻ, പലിശ എന്നിവ നൽകാൻ മാത്രമായാണ് ചിലവഴിക്കുന്നത്. കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് മുന്നോട്ട് വെച്ചിരുന്ന ധനപരമായ ഒരു ലക്ഷ്യങ്ങളും കൈവരിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.